ഒരു ഫൈറ്റ് ചെയ്ത് എങ്ങനെ വേദനയെല്ലാം മാറിക്കാൻ എനിക്ക് പെയിനെല്ലാം മാറിയോ പെയിനെല്ലാം മാറിയോ കുട്ടികളെ മുന്നിലെല്ലാം നാളെ കിട്ടില്ല വാപ്പാനോട് അടി മേടിച്ച് ചേച്ചെന്ന് പറഞ്ഞിട്ട് വിമ്മാനോട് ഫൈറ്റ് ചെയ്യലുണ്ടോ കാലെ വെച്ച് വെച്ച് ചോദിക്കും ഭാവിയിൽ നമുക്ക് ബോക്സറാണെന്നാണ് ഇഷ്ടം ബോക്സറാണോ എന്നോട് ചെറിയത്തെ എനിക്ക് പ്രോമിസ് ചെയ്തതാ എനക്കൊരു ഫെറാരിയും ഉമ്മാക്കൊരു എന്തായാലും പറയാ ലോകത്തില്ലാത്ത അങ്ങനത്തെ ഒരു കിച്ചൺ അത് മറക്കും മേടിച്ചതാ ഇനി വലുത് എനിക്ക് മേടിച്ചു തരണന്നല്ല ഇനി വാപ്പാക്ക് മേടിച്ചു തന്നോ ഇനി വാപ്പാക്ക് മേടിച്ചു തരുവാ വാപ്പ എനിക്ക് മേടിച്ചു തരണ ഇനി വലുതായാലും എന്താവാ ബോക്സറാ അല്ല യൂട്യൂബറോ യൂട്യൂബറാണ് റോബ്ലക്സാ ഗെയിമറാണ് റോബ്ലക്സ് ആറാ ഗെയിമറാ ആഹാ മുടിയെല്ലാം മാർക്കാക്ക് ഗെയിമറാവും ശാലിനെ കൊണ്ട് ബോക്സർ ആയാലും എൻ്റെ കൂടി ഫേക്ക് ചെയ്യണാവില്ല എനിക്ക് ആവില്ല എൻ്റെ ബാപ്പ പണ്ടത്തെ ബ്ലാക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞേ കളിക്കണ്ട നാട്ടിൽ വന്നാൽ എൻ്റെ ഫിറ്റ്നസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട ജിമ്മിനൊന്നും പോക്കില്ല ഇപ്പാവേ എല്ലാരും പറയുന്നത് ഇനി കുറച്ച് ഷയ്യാന്നൊക്കെ വീഡിയോയില്ല എന്താ അങ്ങനെ പറയും കാരണം ഇതിന്റെ കേക്ക് വന്നിട്ടില്ല കേക്ക് സലൂൺ കൊടുക്കട്ടെ സലൂൺ കൊടുക്കുന്ന കേക്ക് വെച്ചാ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സീൻ ഓർമ്മയില്ല ഇപ്പൊ ഇനി നിനക്ക് എന്നെ കണ്ട ഓർമ്മ നീ എന്നായിരുന്നു ഇപ്പായിരുന്നു നീ എന്നെ ക്രഷ് തോന്നുന്ന ദിവസം പണ്ട് ഞാനിങ്ങനെ ചുള്ളനായി നടക്കുന്ന സമയം ക്രഷ് എടുത്തിട്ട് നീ നിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് ഷെബിയിരുന്ന ഫുട്ടോ ചോദിച്ച് കിട്ടിയിട്ടില്ലേ മരിച്ചത് അതാ ചോദിച്ചേ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം മോനെല്ലാം കേക്കട്ടെ എനക്കാ ഞാനാന്ന് എല്ലാരെയും ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളോട് ക്രഷ് തോന്നിക്കണക്ക് ഞാൻ നിന്നെ കെട്ടിയ ഒരു മെയിൻ കാരണം നിന്റെ ഹൈറ്റ് അന്നേരം എന്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നോട് തന്നെ എന്തെന്നാണ് അവളെ കാണാൻ ഒരു രസമില്ല മുരിങ്ങാക്കോലുണ്ട് സ്പ്രേ ഉണ്ട് പേപ്പോ എന്നോടും ഇങ്ങനെ കൊണ്ടുവന്നാല് എന്നാല് മുരിങ്ങാക്കോല് പോലെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ള വേറെ ആരെയും കണ്ടിട്ടില്ലേനോ അങ്ങനെ എന്തോ ഒരു അട്രാക്ഷൻ ഉള്ളിൽ എവിടെയോ ഇതാണോ എന്റെ പെണ്ണ് എന്നുള്ള തോന്നൽ ഈ ചെങ്ങായി ഈ അഹങ്കാരം എന്നെക്കാട്ടും കുറച്ചൊരു ഒരു ഇഞ്ചില്ല അര ഇഞ്ച് ഹൈറ്റ് വെക്കുമ്പോഴത്തേക്ക് അഹങ്കരിക്കുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കും ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചു കാല് വേദന എല്ലാം കെട്ടിക്കളാം വെറുതെ പിടിച്ചു നിൽക്കണ്ട കാര്യം ചോദിച്ചതാ ഇങ്ങനെയായിരുന്നു ഇത് എന്റെ ഗേൾഫ്രണ്ട് പോയി പറ പോയി വീട്ടിൽ എടുക്കുമ്പോ ശാലൂൺ കൊടുക്കൂല അങ്ങനെ വന്നിക്ക് കൊള്ള ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ഇതെല്ലാം പറയുന്നേ നീ വിളിക്കുമത്തെ എന്താ പറയാ ചോക്ലേറ്റ് ബോയ് ബോക്സർ ഹൈറ്റ് ഓള് ശാലിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 2 ലക്ഷം ഫോളോവേഴ്സ് രണ്ടെന്നല്ല ബോക്സർ ആയി കഴിഞ്ഞാൽ ഒടുക്കാന്നുള്ള കാരണം എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കാര്യമില്ലല്ലോ അല്ലാനല്ല ഉണ്ടായവരൊക്കെ എനിക്ക് ഫോളോവേഴ്സിന് കിട്ടൂലേ നല്ല കാര്യല്ലേ ഒരു ഉമ്മാനെടുത്തിട്ട് ഭിത്തിയിലടിച്ചോ ആളാണ് എന്നെ അടിക്കും പോലെ ഉമ്മ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക്
ഓ ബാപ്പ എത്ര കിട്ടിയിട്ട് സ്ട്രോങ് ആയെന്നാണെങ്കിൽ അങ്ങനാണോ പല്ലിട്ട് പോയ ബി ഇങ്ങനെ അധികം ആക്കിയതല്ലേ ചാലോ നിങ്ങൾക്ക് എന്നെ പോലത്തെ ഒരു യങ് ഫാദറിനെ കിട്ടാനുള്ള ബെനിഫിറ്റ് എന്താണ് അത് പറ എന്താ ഒന്നേ കണ്ട 15 വയസ്സ് വ്യത്യാസമല്ലേ ഉള്ളൂ ഞാൻ അതിനല്ല 25 വ്യത്യാസമുണ്ട് 25 ഇയേഴ്സ് ആ എന്നാലും എങ്ങനെയാണല്ലോ എന്താണ് നിന്റെ അഭിപ്രായം ഫ്രണ്ട്ലി ആണോ കമ്പനിയാണോ റൂഡാണോ അങ്ങനെ പറയും ആൻസർ റൂഡാണോ ഫ്രണ്ട്ലി ആണോ റൂഡാണോ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ ഫ്രണ്ട്സുകളെല്ലാം ചോദിച്ചിട്ടില്ല എന്റെ ബാപ്പാനോട് ഇനി ഫൈറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു എന്റെ ബ്രദറാന്നെല്ലാം പറഞ്ഞിരിക്കുന്നല്ലോ ആ വീഡിയോ കണ്ടിട്ടില്ലേ നീ ബാപ്പാനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നൊന്നും പറയുന്നില്ല എന്നെ തന്നെ എത്ര ആൾ വിളിച്ചു പറഞ്ഞെങ്കിൽ ബാപ്പാനെ മേലൊക്കെ അതിരെ കാലെടുപ്പിക്കരുത് നിനക്ക് എന്താ ബുദ്ധിയില്ലേന്നല്ലോ ഇറ്റ്സ് എ ബോക്സിങ് നമ്മൾ ജിമ്മിൽ കളിച്ചിട്ട് ഫൈറ്റ് ചെയ്യും അതിലെന്താ കാര്യം പക്ഷെ അതിൽ ഇവൻ ഞാൻ ടച്ചാന്നാ വിചാരിച്ചു ഇവൻ കാര്യത്തിൽ അടിച്ചു ഞാൻ പിന്നെ ടച്ച് എനിക്കെന്താ പറ്റിപ്പോയല്ലോ ഇളയല്ലല്ലേ യങ്ങല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെന്തോ ഇട്ടത് ബോക്സ് ഞാള് കുൻഫൂലെല്ലാം ടച്ച് വെയിറ്റ് എന്നാണ് ഒന്ന് തൊട്ടിങ്ങെടുക്കുള്ളൂ ഇവ ശരിക്കും അറ്റാക്ക് ചെയ്യുന്ന ഇവന്റെ കിട്ടാനുള്ള വേനുണ്ട് ഇത് എൻ്റെ കൂടി കളിക്കുന്ന നോക്കിയാ പക്ഷെ സ്കൂളിലെ കുട്ടികളോടൊന്നും അങ്ങനെ കളിക്കാറ് എടുക്കാം എപ്പോൾ ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞാല് ഓലിക്ക് പാരന്റ്സ് ഉണ്ട് ഓല മക്കൾ അതുപോലെ ഓലെ കൊണ്ടുനടക്കുന്നത് പോലെ മക്കൾ ഒരാൾ എന്റെ മോളെ ഞാനൊരു ബേസിക് അഡ്വൈസ് കൊടുക്കുന്നത് ഞാൻ എന്തിനാ ഇനി കാര്യം കുതിര കാര്യന്നത് എനിക്കത് മനസ്സിലാവില്ല അത് അവനോട് നല്ല എനിക്ക് നെഗറ്റീവ് ആയി തോന്നി ഞാൻ പ്ലസ് അല്ല പറഞ്ഞേ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല എനിക്ക് നമ്മളെ സിനിമ കണ്ടില്ല അവൻ്റെ അച്ഛനും അമ്മേനെ കരയുന്നല്ല ഞാൻ ഉണ്ടല്ലോ മറ്റവനെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അതുപോലെ മറ്റുള്ള പാരൻസിനും ഉണ്ടാവും അതുപോലെ മക്കളെ തൊടുമ്പോൾ ഫയൽ ചെയ്യും അപ്പോൾ ഇനിയൊരു ബോക്സറോ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയ സാധാ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് അപ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ കീപ്പ് ഇൻ മൈൻഡ് ഓൾവേസ് എന്തെങ്കിലും ഒന്ന് പറയാൻ ഫുൾ നെഗറ്റീവ് അടിക്കുന്ന അന്ന് ഞാൻ യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇട്ടില്ല ഞാൻ ഇവൻ പറഞ്ഞിട്ടില്ല അതന്നെ അത് ഞാൻ ഇവനെ ചെയ്യിപ്പിച്ചതാ അത് കുറ്റം പറഞ്ഞാ ഓൻ കോംപ്ലിമെന്റ് കൊടുത്തല്ലേ അതെല്ലാം എനിക്ക് ഒരു തൊട്ട് കോൺടാക്ട് ചെയ്യല്ലോ നമ്മളെന്തെങ്കിലും വലിയ അടിയെല്ലാം കണ്ടിട്ടില്ല ഇതിനെക്കാട്ടും 10 ആളെല്ലാം ഒരുമിച്ച് വന്ന് നമ്മൾ അടിയെല്ലാം വിളിച്ചാലും തള്ളിന് കുറച്ച് കുറവൊന്നും ഉണ്ടായിരുന്നു കുറച്ച് തള്ളുന്നും തള്ളണം അല്ലാണ് ചിലപ്പോൾ അങ്ങ് കൂട്ടുകാർ പോവാ ഇല്ലാലോ പക്ഷെ ഇത് എന്റെ മുടിയും പണ്ട് എന്നെ ക്രിഞ്ച് ചെയ്തെല്ലാം പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്റെ അതേ സ്റ്റൈലിൽ മുന്നിൽ മുടിയിലിട്ട് എന്തിനാ എന്നെ കോപ്പി അടിക്കുന്നത് എന്റെ ആപ്പിൾ ആദ്യം കൊടുത്തു ആപ്പിൾ ആദ്യം ഈ ആപ്പിളിന് ആദ്യം കട്ടണ്ടേ സ്റ്റൈലിഷ് പോയാ ഐസ് സ്റ്റൈലിഷ് പോയി ഹലോ ഐസ് സ്റ്റൈലിഷ് അല്ല ഐസ് സൂപ്പർ പോയി എന്റെ ഓർക്കുട്ട് പേര് സൂപ്പർ പോയി ഇതൊരു മണ്ട് അയ്യോ ഐസ് സൂപ്പർ പോയി ഹാലു സ്റ്റൈലിഷ് പോയി ഓക്കെ ഇതാരാ ഐശ്വര്യ ഡോപ്പ് കേക്ക് മേടിച്ച് മുറിക്കണം എന്ന് വിചാരിച്ചു എന്റെ ബർത്ത്ഡേക്ക് പിസ ആക്കിയതാ പക്ഷെ ഐസ് ഫുൾ പ്രശ്നം എനിക്ക് കേക്ക് തരണം തിരിച്ചു കൊള്ളാക്കട്ടെ എക്സ്പ്രസ് വീഡിയോ കാണുന്ന രസം ഉണ്ടാവില്ല പുതുക്കളവ് 35 വയസ്സ് 35 എനിക്ക് 39 ആകുന്നു ഏപ്രിൽ 5 വയസ്സ് 34 കളവിയായി ഞാനിപ്പോ യങ്ങാണല്ലോ നല്ല ഫിറ്റ് ആണല്ലോ എന്റെ ലുക്ക് എന്റെ മൊഞ്ച് സ്റ്റാവ് ശരിക്കില്ലേ ഞാലും എവിടെ പോയാലും ഷബീറിന്റെ മോനാ പക്ഷെ ബാപ്പ വണ്ടി നിറവുമ്പോ ഇരിക്കുന്ന കോമഡി അതാ ഫുൾ ലുക്ക് മാഷാഅല്ലാ എത്രാണ്ട് കാണിക്കല്ലേ നല്ല തവ കൊഞ്ചൻ ഗൈസ് നല്ല പൂപോലത്തെ കൊഞ്ചൻ പ്ലേറ്റും ഉണ്ടോ
ഒക്കെ കയ്യിലാണ്. വേറെ ഫുള്ളായി കൊല്ലും ഞാൻ വേഗം കഴിച്ചായിരുന്നു. കണ്ടാൽ ഞങ്ങൾ ഞെട്ടും. അത്രയും അടിപൊളി ക്രീമി ചോക്ലേറ്റി ബോയ് ആണ്. Boy. മൈനസ് Yana pink chocolate creamy boy. Yana. Yana papa. Kanta oya fulai. Nana stedra. Ah. ലാസ്റ്റ് തരും കേക്ക്. ഇത് തിന്നോ? Last. Chicken ada boy chicken mana? ചിക്കൻ ഇപ്പം വരും. Ita chicken ada. ഇതാ Ah. ഇത് ചെക്കനല്ല, മീനാ. എരിവാ നോക്കണ. മൈനസ് ആക്കി തിന്നാല്, മൈനസിൽ ഇങ്ങനെ തിന്നാല് എരിയൂല. ആ കഴിച്ചോ. എരിയുന്നുണ്ടെ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. നല്ല ഇതുപോലെ ഒന്നുമില്ല, വെള്ളം കുടിച്ചാൽ മതി. വെള്ളം ഉണ്ടല്ലോ, തിന്നൊന്നുമില്ല. പെട്ടെന്ന് കുടിച്ച തിന്നോളാം. ഈ വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ, രസമില്ല? അടിപൊളിയല്ല? ഓക്കെ, ഇനി വേണോ? എനിക്ക് തരൂല. മൈനസ് ഫ്രൈഡ് റൈസ്. ഇതങ്ങ് എടുത്തോ. ഇത് വേണ്ട. ഞാൻ ഗൈസ് പെരി ചിക്കൻ, ചിക്കൻ ബാർബിക്യൂ ഫോർ ഐസോ. പിന്നെ കൂടുതലുള്ളതാണ് അമ്മൂസും മൈനസ്. കുഴപ്പമില്ലടാ, ഇങ്ങനെ മതിയല്ല. ശാലു അങ്ങനെ കുടിച്ചു കൊടുക്കാം. ശാലു മാഷാല്ലാ നിസ്കാരമുണ്ട്, വെളുത്ത കയ്യിലുണ്ട്. ചീറ്റ കുടിക്കുക അതെല്ലാം മോട്ടിവേഷനാണ് എല്ലാവർക്കും. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനുള്ള അതൊരു മോട്ടിവേഷനാണ്. ഗുഡ് ബോയ്. ഞങ്ങളെല്ലാം കുടിക്കല് അതുമായി ടച്ച് ചെയ്തില്ല കുടിക്കല്. ഗുഡ്. ചിക്ക എന്തോ എന്തിന്നാ ചിക്ക. ആഹാ അടിപൊളി. മനസ്സോണാ നല്ല പൊറോട്ട. പൊറോട്ട 2 റിയാലാണ് ഇവിടെ. പക്ഷെ നമ്മളെ പൊറോട്ടയും അത് ഫിഷ് തവേൻ്റെ മസാലയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കണം. വേറെ ലെവലിൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ വയൽ വെച്ചാ ഞങ്ങൾ തിന്നോട് കേട്ടാ. കൈ കൊണ്ട് മുറിച്ചോ? ഞാൻ മുറിച്ച ഞങ്ങൾ ബസ്സിൽ വരത്തില്ല. ഫ്രൈഡ് റൈസ്. ആ മൈനസ് എല്ലാത്തിനും മൈനസ് വേണ്ട. ഓക്കെ, മൈനസ് ഇതാ. പൊറോട്ട പറയണോ? ഇന്നോ കൈ കൊണ്ട് തിന്നോട്ടാ. പിന്നെ അമ്മൂസാണ്. എന്മാരല്ല അമ്മൂസ്, നല്ല അമ്മൂസാണ് ഗൈസ്. മൈനസ് പറയാതെ ഉറപ്പാ. ഇതാണ് എൻ്റെ പെപ്പരിൻ്റെ മസാല ഗൈസ്. അവർ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. ഒരു മൽപ്പിടുത്തം നടത്തി വേണം ഗൈസ് പൊറോട്ട. ഇതിന് നല്ല ഉള്ളി, ഇത് വേറെ എന്നൊരു വൈബാണ്. ഈ ഉള്ളി ഇങ്ങനെ വെക്കും, യമ്മി ടേസ്റ്റ്. ഗൈസ് ബാക്കിയുള്ളതെല്ലാം ബേഗിലാക്കുന്നു. എന്താ അവൻ്റെ കേക്ക് വരെ മാറി നിന്ന് അടിച്ച് മാറ്റി തിന്നുന്ന. ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും മുറിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് എന്തോ നല്ല മറയോ വാഷ്റൂമിൽ നല്ല നടക്കണ്ട. ഹലോ, നാട്ടിൽ പോന്ന കയ്യോ പോകുമ്പോതാ നിങ്ങൾ നടന്നോ? എത്രയാടാ?
കഴിക്കോ മസ്രാത്തിയ ഇത് പക്ഷി അപ്പിട്ടതാണ്. ശരി, ഗാന്ധിജിനെ പോലെ തോന്നില്ലേ? അങ്ങനെ ഞങ്ങള് ലുലുലെത്തിയിരിക്കാണ്. ശാലോ ഇതിലുള്ള ശാലോന്ന് മേടിച്ചാണ് കേട്ടോ, പ്രീമിയുള്ള ഗൈസോ. ഞങ്ങള് ലുലുവിൽ വന്ന ഗൈസ്, ഇതൊന്ന് ഷോപ്പ് ചെയ്യാണ്. 13 gram പ്രോട്ടീൻ ഉണ്ടാവും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഐസോ എവിടെയാ പോകുന്നത്? നമ്മളെവിടെയാ പോകുന്നത് ഐസോ? ഹോസ്പിറ്റലാ? അങ്ങനല്ലേ കട. എൻ്റെ കൈ കൊടുക്കേണ്ടത് വാഷ്റൂം. ഞാനല്ല ഈ ഹോസ്പിറ്റൽ മറ്റുള്ള ഡോക്ടർ തന്നത്. ഇങ്ങോട്ട് നോക്കിയിട്ട് വലിച്ചടിച്ചോ. ഇങ്ങോട്ടല്ലേ, ഇവിടെ ഇവിടെ. ആ വാ, വലിച്ചടിച്ചോ. സ്റ്റൈലായിട്ട് വാ. നോക്ക്, നേരെ നോക്ക്. ചിരിക്കുന്നേ. അവിടെ ഇരുന്നോ സ്റ്റൈലായിട്ട്. ആറ്റിറ്റ്യൂഡ് കാലെടുത്ത് വെച്ചോ. ഒന്നുകൂടെ ഇരിക്കുന്ന ആദാൻ പൊളി. നല്ല രസമുണ്ട് കേട്ടോ. എന്തിനാ പാപ്പാന്റെ ഫോൺ എനിക്ക്? യൂട്യൂബർ ഗെയിമർ ആവാനാ? അതെങ്ങനെയാവുക? പാപ്പാന്റെ ഫോൺ അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് ഗെയിമർ ആവും? എങ്ങനെയാ ഗെയിമർ ആവുക? അല്ലാണ്ട് എനിക്ക് കളിക്കുവാനല്ല, ഗെയിമർ ആവുന്ന പ്രോമിസ്. പ്രോമിസ് ഷുവറാ? ഗെയിമർ ആയിട്ട് എനിക്ക് എന്താ മേടിച്ചിരുവോ? എന്താ മേടിച്ചിരുവോ? പൈസ തരുവാ? ഫെറാറി മേടിച്ചിരുവാ? സൈബർ ട്രക്ക് മേടിക്കാ? പപ്പാക്ക് മേടിച്ചിരുവാ സൈബർ ട്രക്ക്? ഉറപ്പാ? തൊപ്പീനെ പോലെയാവാ? തൊപ്പിനെ പോലെയാവൂല? തുപ്പി എനിക്ക് തൊപ്പിയായാ മതി. തൊപ്പി. ഷാറുഖ് ഖാൻ. എന്റെ പേര് ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ. പുഷ്പ അല്ല, പുഷ്പ. 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 പോയായിരുന്നു, കടിക്കല്ല. ഗെയിമറാണ്ട്